പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ. ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാൽ ഞാൻ അർപ്പിക്കട്ടെ. ഒരുപാടു നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. പുണ്യദിനമല്ലേ. ഇന്ന് 70ാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളെല്ലാം ജെയ്മി ചേട്ടൻ, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ ജോജി ജോസ് കുറുപ്പുമടം, ഉദ്ഘാടന പ്രസംഗം നടത്താമെന്നേറ്റിരുന്ന അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു കൊഴുനാടൻ, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ കൈനഗരി ഷാജി, അച്ഛനെ ആദരിക്കാനും അനുഗ്രഹ പ്രഭാഷണം നടത്താനുമായിട്ട് എത്തി നമ്മളോട് കടന്നുപോയ ശ്രീ ജോണി നെല്ലൂര്, ശ്രീ പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛനാണ് ഫാദർ ജെയിംസ് കളപ്പുരയിൽ അച്ഛന്, മറുപടി പ്രസംഗം നടത്താനായിട്ടിരിക്കുന്ന കാർട്ടൂണിസ്റ്റ് പ്രതാപൻ പുളിമാത്ത്, ശ്രീ സെൽബി പ്രവീൺ, ജിമ്മി സേവ്യർ, ശ്രീ ബാറ്റൻ ബോസ്, ശ്രീ സെബാസ്റ്റ്യൻ തുരുത്തിപ്പള്ളി, ശ്രീമതി ഷെൽമി ജോൺസ് ആണ് കായിക പ്രതിഭകളെ ആദരിക്കാതിരിക്കുന്നത്. അവസാനം നന്ദി പ്രകാശനമായിട്ട് നമ്മുടെ സ്വന്തം ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ ജെയ്മി ചേട്ടൻ എന്ന് വിളിക്കുന്ന നാട്ടുകാരുടെ ശത്രു, ഇല്ലെങ്കിൽ ജെയിംസ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മികച്ച പ്രഗത്ഭരായ പല വാഗ്മികളുടെയും പ്രസംഗം നടന്നു കഴിഞ്ഞു. ഇതിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ പ്രസംഗിക്കാൻ വരാനില്ല. ഇവരെയൊക്കെ പ്രസംഗിച്ച് തോൽപ്പിച്ചു കളയാം എന്നൊരു ധാരണയൊന്നും എനിക്കില്ല, കാരണം അതിനുള്ള ആളും ഞാനില്ല. എന്നാലും ചില കാര്യങ്ങൾ ഇങ്ങനെ തിരമാലകൾ പോലെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ ഓർമ്മയിൽ ആദ്യം വരുന്ന ഈ പുളിക്കൽ കുടുംബമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആദ്യം വരുന്നത് ഞങ്ങൾക്ക് കൊച്ചാപ്പൻ എന്ന് വിളിക്കുന്ന ഈ ജെയിംസ് ചേട്ടന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തൊടുപുഴയിൽ നിന്ന് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ ബസ് ഇറങ്ങി അവിടുന്ന് കൈ പിടിച്ച് നടന്ന് കുര്യമ്മലയിലുള്ള ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു രംഗമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് മുതൽ ഞാൻ ചെറുപ്പത്തിലേക്ക് മിക്കവാറും എല്ലാ ആഴ്ചയും വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. അങ്ങനെ എല്ലാവരും വളരെ സ്നേഹമായിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണായിരിക്കുന്നത് പൊന്നാനമുത്ത്. അപ്പൊ അങ്ങനെ ഈ അടുത്ത കാലം വരെ ഇപ്പൊ അദ്ദേഹം ജോലി സംബന്ധമായിട്ട് കോട്ടയത്തേക്ക് പോകുന്നത് വരെ നിരന്തരമായ ബന്ധങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ ഓരോരുത്തരും ജോലി സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം മറിച്ചിലൊക്കെ വന്നെങ്കിലും ഈ ശത്രു എന്ന പേരില് ഞാൻ അവരുടെ സ്വഭാവ പ്രവണതകൾ പറയാം. ശത്രു എന്ന പേരില് തന്റെ ആകുന്ന പടമാളുകൊണ്ട് ശത്രുക്കളെ, രാഷ്ട്രീയക്കാരെ കീറി മുറിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ ഈ പാവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാര് ഏതോ രൗദ്രഭാവം പൂണ്ട ഏതോ ഒരു ഭീകര രൂപിയാണ് ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതായിരിക്കുന്നു ഭീകര രൂപി. മാലാഖയ്ക്ക് മീശയും വെച്ചത് അല്ല കണ്ണാടി പറ്റിട്ടിരിക്കുന്നവരെ. അപ്പൊ ഇത് ഇപ്പൊ ഈ ഓരോരാൾ പുറത്തു വന്നിട്ട് ആരാണ് ഈ ശത്രു എന്ന് ചോദിച്ചാൽ ഈ ജെയിംസനെ കണ്ടു കൊടുത്താൽ വിശ്വസിക്കുകയാണ്. ആ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറയുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാലും ഈ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഈ ടീച്ചേഴ്സിനെ അനുകരിച്ച് അവരുടെ കാർട്ടൂൺ വരച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു പരിപാടി ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു ഗുരുസ്ഥാനീയന്മാരൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കഷ്ടത നിറഞ്ഞ ഒരു ബാല്യം നമുക്കറിയാം, പഴയകാലമൊക്കെ അറിയാം. ഒരാളുടെ അധ്വാനം കൊണ്ടാണ് ഈ മക്കളെല്ലാവരും ജീവിച്ചതും കടന്നു വന്നതും. പക്ഷേ വളരെ തീക്ഷ്ണമായ പ്രാർത്ഥന. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അത്യാവശ്യം വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രാർത്ഥനക്കാരനൊന്നുമല്ല. ഇത് ഈ കൊച്ചാപ്പന്റെ കൈ പിടിച്ചെന്നുള്ള പ്രാർത്ഥന എപ്പോഴും മനസ്സിന് പോകുന്നില്ല. ആ ഒരു രീതി ഈ മക്കളും പിന്തുടരുകയാണ്. ഇപ്പൊ അതിലും വലിയ അത്ഭുതം അവരുടെ മക്കളുടെ മക്കളായിട്ടും അത് തന്നെ പിന്തുടരുക. ആ ചിരി കണ്ടില്ല, ഇതേയാളെ എടുത്തിരിക്കണുണ്ടോ? അതുപോലെയുള്ള ചിരിയാണ് ഇവരുടെ ഈ സ്ഥായിയായ ഒരു മുഖഭാവം എന്ന് പറഞ്ഞാൽ ഈ സഹോദരങ്ങളിലൊക്കെ അതെ ഒരു ആശ്ചര്യഭാവം, ഇല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ഭാവം, ഒരു സംശയത്തിന്റെ ഭാവം ഇവരുടെ ഇവിടെ വെച്ചിരിക്കുന്നവരിലൊക്കെ അതെ. പക്ഷെ ഈ വരകൾ കാണുന്നവര്, ഇല്ലെങ്കിൽ ഇവിടെ നേരിട്ട് കാണാത്ത ആളുകൾക്ക് ഇതൊരു അത്ഭുതമായിരിക്കും. അപ്പൊ അങ്ങനെ ഈ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കടന്നു വന്ന് തന്റെ തൂളിക പടവാളാക്കിയ കഥ ഞാൻ പറഞ്ഞു.
അപ്പോൾ വളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് തന്റെ ഇച്ഛാശക്തി കൊണ്ടും മാത്രം ഈ സ്വന്തം നിലയിൽ എത്തിയ, ബാക്കി ദൈവവിശ്വാസം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടുമാണ് ഇവരിപ്പോൾ സഹോദരങ്ങളെല്ലാവരും നല്ല നിലയിൽ, നല്ല സാമ്പത്തികമായിട്ട് എല്ലാവരും കുടുംബങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ ഒരു തീക്ഷ്ണമായ ജീവിതത്തോടുള്ള ഒരു അദമ്യമായ ആഗ്രഹം, ഇല്ലെങ്കിൽ ഞാനത് നേടിയെടുക്കും എന്നുള്ളൊരു ഇച്ഛാശക്തി ഉള്ള ആളുകളായവര് കൂടുതലും. അപ്പം അതിനെ ആദരിക്കുന്നു. നമുക്കൊന്നും അങ്ങനെ ഒരു ഇച്ഛാശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നടക്കാന്നുള്ളതിന് ഇവരെ പോലെ ഒന്നും അങ്ങനെ ഒന്നും സാധിക്കില്ല. അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തില് ജെബിചേട്ടനെ വളരെയേറെ ആദരിക്കുന്നു. ഇത് വന്നു എന്ന് പറയാനുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്നാണ്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. ഇപ്പൊ രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞിട്ടൊരു സമയമല്ലല്ലോ ഇത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ, മാതൃഭൂമിയിൽ, എൻ്റെ ഓർമ്മയല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, മാതൃഭൂമിയിൽ ആദ്യത്തെ കാർട്ടൂൺ അച്ചടിച്ചു വരുന്നത്. അതിന് കാരണക്കാരനായ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയാണ്. പിതാവ് ഒരു കാർട്ടൂൺ അദ്ദേഹത്തെ കൂടെ ഒരു കട്ടൗട്ടായിട്ട് വരപ്പിച്ച് കുരിയമ്മല കുരിശുപള്ളിയുടെ അടുത്ത്, അല്ലേ കുരിയമ്മല കുരിശുപള്ളിയുടെ അടുത്ത് ഇങ്ങനെ വെച്ചു. അത് വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകൻ കാണുകയും അതിന്റെ ഫോട്ടോ എടുത്ത്, അങ്ങനെ ആ കാർട്ടൂണാണ് ഈ പത്രത്തില് ആദ്യം അച്ചടിച്ച് വന്നതെന്നാണ് അദ്ദേഹം സംഭവിച്ചു. അതിനുശേഷം തന്റെ പഠനം പൂർത്തിയാക്കി പല പല ജോലികൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് വന്നു. പിന്നെ പല പല പത്രങ്ങളിൽ ചെയ്തു. ഇതിനിടയ്ക്ക് സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം ഓർക്കുക, ഇവരുടെ ഈ ധൈര്യം ഇല്ലെങ്കിൽ രൗദ്രത എന്നൊക്കെ പറയുമ്പോൾ ഒരിടയ്ക്ക് സ്വന്തം മകനായ ജെൻസന്റെ പേരിൽ ജെൻസൺ കോമിക്സ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ച് കുറെ പുസ്തകങ്ങൾ അതിന്റെ പേരിൽ ഇറക്കി. ഹാസ്യമേള, ചിരി പഞ്ചായത്ത്, അങ്ങനെ കുറെ പുസ്തകങ്ങൾ. അതിന് വിൽക്കാൻ പോകാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി. അപ്പം ഇപ്പോഴത്തെ ഈ പുറകിലിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് അത് കേട്ടാൽ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. കാരണം ഇപ്പൊ ഈ AC ഇല്ലാത്ത വണ്ടികൾ നമുക്ക് ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല, അത് ഉരുകി ഒലിക്കും. അപ്പൊ അന്ന് ഈ മാനാടി ഭാഗത്ത് ഡേവ് ചേട്ടൻ എന്നുള്ള പേരെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ ഒരു ഹൈലോഗ് ജീപ്പില് പുള്ളി തന്നെ വരച്ച 2 കട്ടൗട്ടുകൾ 2 സൈഡിൽ, ബാക്കിൽ ഒരു കട്ടൗട്ട്. അനൗൺസർ പുള്ളിയുടെ നേരെ ഇളയ സഹോദരൻ സംഘച്ചൻ. പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര അനൗൺസറാണ് പുള്ളി. അതിന്റെ സാധാരണ ഇപ്പൊ ഈ ലോട്ടറി കച്ചവടമൊക്കെ ചെല്ലുന്നവർ ഓരോ ടൗണുകളിൽ രാവിലെ 7 മണിക്കൊക്കെ ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ വളരെ താളാത്മകമായിട്ട് ഈ അനൗൺസ്മെന്റ് കേട്ടാൽ അവർ വായിക്കാൻ അറിയാത്തൊരു പുസ്തകം പഠിച്ചിട്ട് പോകും. അങ്ങനെ ഈ പോകുന്ന ഈ വാഹനത്തില് ഈ കാർട്ടൂണിസ്റ്റ് ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഈ കാർട്ടൂണിസ്റ്റിന്റെ മുഖം ആരും കണ്ടിട്ടില്ല, പുറത്തിറങ്ങിയല്ല. അത്ര ധൈര്യശാലിയായിട്ടുള്ള ഭീകരവാദിയാണ് ഈ ഇരിക്കുന്ന ജെയിംസ് ചേട്ടൻ. അപ്പോ ഒരു പ്രസംഗമായിട്ട് ഇതിനെ കൂടണ്ട, ദൈവത്തോടത്ത് ഒരു പ്രസംഗമായിട്ട് പറഞ്ഞ് എന്നെ മോശക്കാരനാക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി രചിക്കപ്പെട്ട ഒരു 4 വരി, അത് കവിതയാണോ കഥയാണോ കഥാപ്രസംഗമാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോണം. അത് ഞാനിവിടെ ഒന്ന് പറയാൻ വേണ്ടി, ഇല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. സപ്തതി നിറവിൽ നിന്നെത്തി നിൽക്കും PJ ജെയിംസ് എന്ന ചിത്രകാരൻ, കാർട്ടൂൺ കലയുടെ കുലപതിയായൊരു മലയാള മണ്ണിൻ സുവർണ താരം. സപ്തതി നിറവിൽ നിന്നെത്തി നിൽക്കും PJ ജെയിംസ് എന്ന ചിത്രകാരൻ, കാർട്ടൂൺ കലയുടെ കുലപതിയായൊരു മലയാള മണ്ണിൻ സുവർണ താരം. വരയുടെ വഴികളിലൂടെ നടന്നങ്ങ് വീടിനും നാടിനും അഭിമാനമായി കാലത്തിൻ മുന്നേ നടന്നൊരു തേജസ്വി, കാലത്തിൻ മുന്നേ നടന്നൊരു തേജസ്വി. എല്ലാവരെയും സ്നേഹിച്ചിരുന്നവൻ, തൂലിക നാമമോ ശത്രുവെന്നും, ഇനി വരും പുതിയൊരു തലമുറയ്ക്കാകെയും മാതൃകയായൊരു കർമ്മധീരൻ. എല്ലാവരെയും സ്നേഹിച്ചിരുന്നവൻ, തൂലിക നാമമോ ശത്രുവെന്നും, ഇനി വരും പുതിയൊരു തലമുറയ്ക്കാകെയും മാതൃകയായൊരു കർമ്മധീരൻ. ഏകുന്നൊരായിരം അഭിനന്ദനങ്ങളിൽ വരയുടെ തമ്പുരാനെന്നു ഞങ്ങൾ, ഹൃദയം നിറഞ്ഞുള്ള ആശംസയും, ഹൃദയം നിറഞ്ഞുള്ള ആശംസയും. ഏകുന്നൊരായിരം അഭിനന്ദനങ്ങളിൽ വരയുടെ തമ്പുരാനെന്നു ഞങ്ങൾ, ഹൃദയം നിറഞ്ഞുള്ള ആശംസയും, ഹൃദയം നിറഞ്ഞുള്ള ആശംസയും. ഈ ആശംസയോടൊപ്പം ഇനി ഇതുപോലെ
അനേകം പിറന്നാളുകൾ ആഘോഷിക്കാനും അതിന് പ്രത്യേകിച്ച് എന്നെ ബാക്കിയുള്ളവരെ ഒക്കെ വിളിക്കാനും ഒന്നിച്ച് ആഘോഷിക്കാനുമുള്ള എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഉണ്ടാകട്ടെ. ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.